welcome back to my YouTube channel. Travel പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ മൂന്നാർ പോവാണ്. 2 days ട്രിപ്പാണ്. ഗൂഗിളിൻ്റെ കമ്പനിയിൽ ആണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫാമിലി ആയിട്ട് എനിക്ക് പക്ഷേ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആറ്റിങ്ങൽ ചെന്നിട്ട് അവിടെ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല മഴയുണ്ട്. എത്രത്തോളം ഞാൻ സംസാരിക്കണമെന്ന് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല മഴയും മിന്നലും ഇടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ രാത്രി 10:30 മണിയായി. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ, ചെന്നിട്ടുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ളതെല്ലാം നമുക്ക് പോകുന്ന വഴി കാണിച്ചു തരാം. ഓക്കെ. നേരത്തെ അത്ര മഴ ഇപ്പം ഇല്ല. ഇപ്പം തോറും. നേരത്തെ ഭയങ്കര മഴയായിരുന്നു. യെസ്, അപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ച് പൊളിച്ച് ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നൈറ്റ് ഒരു 11:30 ഒക്കെ ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും. പോകുന്ന വഴിക്ക് ഓരോരുത്തരെ പിക്കപ്പൊക്കെ ചെയ്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഏർലി മോർണിംഗ് 6 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അടിമാലി ഒക്കെ എത്തി കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ക്വിക്കായിട്ട് കുറച്ച് റൂംസ് എടുത്തിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് ഫ്രഷനപ്പൊക്കെ ആയത്. രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നമ്മളെല്ലാവരും പാട്ടും ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. നല്ല എൻജോയ് ചെയ്തു കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ട്രിവാൻഡ്രം ടു മൂന്നാർ വരെയും നമ്മൾ ഫുൾ പാട്ടും ബഹളമൊക്കെ ഇട്ട് എൻജോയിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഫ്രഷനപ്പൊക്കെ ആയിട്ട് ഫസ്റ്റ് നമ്മൾ പോയത് ഓഫ് കോഴ്സ് മൂന്നാറത്തെ സ്പെഷ്യൽ നമ്മുടെ ടീ ഫാക്ടറിയിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ പക്ഷേ അവിടെ പോയപ്പോഴത്തേക്ക് നമുക്ക് നേരെ കാണാൻ പറ്റിയില്ല. ബിക്കോസ് അവിടെ വിസിറ്റിംഗ് ഫീസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഔട്ട് സൈഡ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ഈ കാണുന്ന എക്കോ പോയിൻ്റ് എന്ന് പറയുന്നൊരു അടിപൊളി സ്പോട്ടിലാണ്. അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റിസോർട്ടിലോട്ട് വന്നു. റിസോർട്ടിൽ വന്ന് എനിക്ക് തോന്നുന്നു ഒരു ഏതാണ്ട് ഈവനിങ് ആയി കേട്ടോ റിസോർട്ടൊക്കെ എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ അവിടെ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ലോണം എൻജോയ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവരവരുടെ റൂമിലേക്ക് പോകാൻ പോയി. സോ നമ്മുടെ റൂം പക്ഷേ റെഡി ആയിട്ടില്ലായിരുന്നു. സോ ഞാൻ ഇവരുടെ ഈ കാണുന്ന റൂമിലാണ് സ്റ്റേ ചെയ്തത്. ഗൂഗിളിൻ്റെ കൊളീഗ്സിൻ്റെ തന്നെ റൂമാണ്. അവർ 7 പേര് ചേർന്നിട്ടുള്ള റൂമായതുകൊണ്ട് ഇതൊരു അടിപൊളി പ്രീമിയം സ്യൂട്ട് റൂം പോലത്തെ റൂമായിരുന്നു കേട്ടോ. റൂമിനുള്ളിൽ തന്നെ റൂമും 2 ബാത്റൂംസും നല്ല അടിപൊളി ബെഡും അടിപൊളി ലൈറ്റിങ്സും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അത് ഈ ഒരു അടിപൊളി ബാൽക്കണി. അപ്പോൾ ഈ ഒരു ടൈമിൽ ബാക്കി കുറച്ച് പേര് ട്രെക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ ട്രെക്കിങ്ങിന് പോയില്ല. സോ അവരും പറഞ്ഞത് പക്ഷേ ഭയങ്കര രീതിക്ക് എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് മാത്രമുള്ള ട്രെക്കിംഗ് സംഭവമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ബട്ട് ചെറിയ ഈ പറഞ്ഞൊരു ജീപ്പിലാണ് എല്ലാവരും കൂടിയിട്ട് ട്രാവൽ ചെയ്തത്. സോ റിസോർട്ടിൽ നിന്ന് താഴെ പോയപ്പോഴത്തേക്കും ഉള്ളത് ഇതെന്ന് പറയുന്ന ട്രെക്കിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഹായ് കാണിച്ചപ്പോൾ ഉള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ പോകുന്നത് നമ്മുടെ റൂമിലോട്ടാണ്. സോ നമ്മുടെ റൂമിലോട്ട് നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് ഈവനിങ് ഒരു 6 o'clock അടുപ്പിച്ച് ആവാറായിട്ടോ. 5:36 അടുപ്പിച്ചാണ് നമ്മുടെ റൂമിലോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ. നമ്മുടെ റൂമിന് ബാൽക്കണി പുറത്താണ്, റൂമിനകത്തല്ല. സോ ഇതാണ് നമ്മളൊരു കുട്ടി റൂം. ജസ്റ്റ് നമ്മൾ 2 പേര് മാത്രമുള്ളത്. വളരെ കുട്ടി ക്യൂട്ടായിട്ടുള്ളൊരു റൂം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈവനിങ് ടീ ഒക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട് ഈവനിങ്ങിന്. അതിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. ഇതാണ് നൈറ്റ് വ്യൂ. ഒരു 7 o'clock ആ ടൈമൊക്കെയാണ് കേട്ടോ. ഹലോ, ആക്ച്വലി ടൈം എനിക്ക് തോന്നുന്നു 10:45 ഒക്കെ അടുപ്പിച്ചാവാറായി. നൈറ്റ് നമ്മൾ ഓൾമോസ്റ്റ് കിടക്കാൻ പോകുന്ന ടൈം ആയിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് വിശേഷങ്ങളും കൂടി നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം ഇതിന് മുമ്പ് നമുക്ക് ടൈമൊന്നും കിട്ടിയില്ല. പ്രധാന കാര്യം പറയാനുള്ളത് ഒന്ന് ഒരു ബാഡ് ന്യൂസും ഒന്നൊരു ഗുഡ് ന്യൂസുമാണ് എനിക്ക്. ഇതിന് മുമ്പ് നമ്മളെടുത്ത ട്രാവൽ വ്ലോഗ്സിലൊക്കെ ആണെങ്കിലും കുറേ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം ചില കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ട എന്ന് വിചാരിച്ച് വിട്ടിട്ടുണ്ട്. ഷെയർ ചെയ്യും എന്നാണ് നിങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓൾമോസ്റ്റ് എവറിത്തിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ നിങ്ങളെ കൂടി അറിയിക്കുന്ന എൻ്റെ യൂട്യൂബ് ഫാമിലിയാണ്. കുഞ്ഞു ഫാമിലി ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒത്തിരി സപ്പോർട്ടും ലവും നിങ്ങളുടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇനിയും അതുപോലെ തന്നെ വേണം. കഴിഞ്ഞ ഒരു 10 days 11 days മുമ്പ് നടന്ന ഒരു കുഞ്ഞ് വലിയ സംഭവമാണ്. അത് വേറെ എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ലൈക്ക്
കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ വെള്ളം ചൂടാക്കിയപ്പോഴത്തേക്കും കൈ സ്ലിപ്പായിട്ട് എൻ്റെ റൈറ്റ് ഹാൻഡും 2 ലെഗ്സുമായിട്ട് ബേൺ ആയിരുന്നു. പക്ഷേ കൈ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ കാണുമ്പോൾ സ്കിന്ന് ഹീലായി വരുന്നുണ്ട്, വലിയ പ്രശ്നമില്ല. റൈറ്റ് ലെഗും ഇതുപോലെ തന്നെയാണ്, വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ ലെഫ്റ്റ് ലെഗ് നല്ല ബേണായി, അത്യാവശ്യം ഡീപ്പായിട്ടാണ് ബേൺ ആയത് കഴിഞ്ഞ കുറച്ച് ഡേയ്സ്. അപ്പം അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസും വേറെയും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇച്ചിരി ഓക്കെ അല്ലായിരുന്നു, ലൈക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഇമോഷണലി അല്ല. ഗുരുവായൂർ ബ്ലോഗ് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ ആണ് ഇത് സംഭവിച്ചത്. അപ്പം എനിക്കതിന് ശേഷം ലൈക്ക് ബ്ലോഗ്സ് പിന്നെ എങ്ങനെ എടുക്കും, ബിക്കോസ് ഒരുപാട് നേരം എനിക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് പേര് നിൽക്കാനും നടക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് അത്രയും പെയിൻ ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് എടുത്തു, ഒരു 4-5 ഇഞ്ചെക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് റിലേറ്റഡ് ടു ദിസ് പെയിനിനും പിന്നെ അല്ലാണ്ട് ബേണിൻ്റെ ഇതിനും എല്ലാം വേണ്ടി. പിന്നെ ആൻറ്റിബയോട്ടിക്സ് മെഡിക്കേഷനിലായിരുന്നു, മെഡിക്കേഷൻ തീർന്നിട്ട് ഒരു ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി ഓയിൻമെൻ്റ് ആണ് കണ്ടിന്യൂസ്ലി ഫസ്റ്റ് തൊട്ടുള്ളത്. കണ്ടിന്യൂസ്ലി അത് കംപ്ലീറ്റ്ലി ഒന്ന് മാറുന്നത് വരെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് കുറച്ച് ഡോക്ടറുമായിട്ട് കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറേ പേര് ഇങ്ങനെ വ്ലോഗ് എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം അങ്ങനെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റണം അല്ലെങ്കിൽ എടുക്കാൻ പറ്റണം എന്നില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നതും. അതിനുശേഷം ഒരു വ്ലോഗ് ചെയ്യാനായിട്ട് ശരിക്കും ഞാൻ ഇരിക്കുന്നത് ഇപ്പോഴാണ്. പതുക്കെ ആയിട്ടൊന്ന് ഹീലായി വരുന്നത്. ഇപ്പം കംപ്ലീറ്റ്ലി ഓക്കെ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഫാർ ബെറ്റർ ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോലും പറ്റുന്നത്. സോ അതായിരുന്നു ആ ഒരു ബാഡ് ഇൻസിഡൻറ്റ്, വലിയ ബാഡ് ഇൻസിഡൻറ്റ്. ഹീലായിക്കൊണ്ട് വരും, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ബാഡ് തിങ്സ് അപ്പാർട്ട്, കമ്മിങ് ബാക്ക് ടു ഗുഡ് തിങ്സ്. അത് എന്ന് പറയുന്നത് ഈ ട്രിപ്പ് തന്നെയാണ്, വേറൊന്നുമല്ല. സോ ട്രിപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആക്ച്വലി ഒരു 2-3 ഡേയ്സ് മുന്നെയാണ് ആക്ച്വലി ഈ ട്രിപ്പിൻ്റെ കാര്യം കൺഫേം ആവുന്നത് തന്നെ. ഓക്കെ, സോ ഗൂഗിളിൻ്റെ കമ്പനിയിൽ അവരുടെ ആനുവൽ മീറ്റ് നടക്കാൻ പോകുകയാണ്. ഫംഗ്ഷൻ ലാസ്റ്റ് മിനിറ്റ് വരെയും പക്ക കൺഫേംഡ് അല്ലായിരുന്നു. അങ്ങനെ ഒരു 3 ഡേയ്സ് മുന്നെയാണ് അറിഞ്ഞിട്ട് ഗൂഗിൾ ഇങ്ങനെ എടുത്തത് പറയുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്കിൻ ഇപ്പം ഫുൾ ആ ബേണായിട്ട് ഇരിക്കുന്നത് ഇങ്ങനെ ഹീലായി വരും. ഒരു പഴയ സ്റ്റേജിലേക്ക് നമ്മുടെ ഈ ഒരു നോർമൽ സ്കിന്നിൻ്റെ രീതിയിലോട്ട് വരണമെങ്കിൽ ചിലപ്പോൾ 6 months എടുക്കാം, ചിലപ്പോൾ 1 year എടുക്കാം, ചിലപ്പോൾ അതിൽ കൂടുതലും എടുക്കാം. ചിലപ്പോൾ ഈ സ്കാർസൊക്കെ പെർമനൻ്റ് ആയിട്ടും ഇരിക്കാം, കാരണം അത്രയ്ക്ക് വലിയ ബേണാണ് എനിക്ക് പറ്റിയത്. 1 month മിനിമം, അതായത് ആക്ച്വലി ഈ ഒരു മന്തെങ്കിലും അങ്ങനെ എന്താ പറയുക, ലൈക്ക് അധികം ഡസ്റ്റ് അടിക്കാതെയും ഒരുപാട് സ്വെറ്റ് ചെയ്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാണ്ട് സൂക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മന്ത് നന്നായിട്ട് നോക്കണം. പക്ഷേ വേറെ ഇഷ്യൂസ് ഇല്ല, പേടിക്കേണ്ട, ഹീലായി വരുന്നുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോ ആ ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബിക്കോസ് ഫാമിലി ആയിട്ടാണ് ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞത് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഫാമിലി ആയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് നോ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, എത്ര പേര് ഇതുപോലെ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഒരു പ്രോപ്പർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ട്രാവൽ ട്രിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഹണിമൂൺ ഫീസ് അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഹണിമൂൺ ആയിട്ടോ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് പോലും നമുക്ക് ഒരിടത്തും അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ലൈക്ക് ആഫ്റ്റർ മാരേജ് സിസ്റ്ററിലൂടെ ഡെലിവറി, നമ്മുടെ മാരേജ് കഴിഞ്ഞ് വിത്തിൻ 5 days 6 daysലായിരുന്നു ഡെലിവറി എന്ന് പറയുന്നത്. സോ മാരേജിൻ്റെ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പേഴ്സണലി നമുക്ക് എന്താ പറയുക, ലൈക്ക് അല്ലാണ്ട് തന്നെ പ്രൊഫഷണലി ഉള്ള കാര്യങ്ങളും പേഴ്സണലുള്ള കാര്യങ്ങളായിട്ട് നമുക്കങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ട്രാവൽ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള ടൈമും കാര്യവും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അവിടെ ഡെലിവറിയുടെ കാര്യം, പ്രഗ്നൻസി ഡെലിവറി അങ്ങനെ നമുക്ക് ഫുള്ളി നമ്മൾ ഹോസ്പിറ്റൽ ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിരുന്നു. പിന്നെ വർക്ക് ലൈഫ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ട്രാവലിൻ്റെ കാര്യം ആ സമയത്ത് ചിന്തിച്ചിട്ടുമില്ല, ചിന്തിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലും അല്ലായിരുന്നു. ലൈക്ക് വേറെ പേഴ്സണൽ റീസൺസ് ഉണ്ട്, അങ്ങനെ അതങ്ങ് പോയി. പക്ഷെ നമ്മൾ അറിയുന്ന ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി പറഞ്ഞിരുന്നു, ലൈക്ക് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ പോയാൽ പോയി, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോകാൻ പോകുന്നില്ല, പിന്നീട് നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെച്ചാൽ നമുക്ക് അതിന് ചാൻസും കിട്ടണം, ലൈക്ക് എല്ലാ രീതിയിലും. സോ അങ്ങനെ വിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും എനിക്കാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും പേഴ്സണലി ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഞാൻ ഒരിടത്തും പോയിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മൂവി തിയേറ്റേഴ്സിലാണ് നമ്മൾ പോയത്, കുറച്ച് സിനിമാസ് കണ്ടു. ആഫ്റ്റർ മാരേജ് പ്രോപ്പർലി ഞാനും ഹസ്ബൻഡുമായിട്ട് അങ്ങനെ പോയി എന്ന് പറയാനാണെങ്കിൽ കുറച്ച് മൂവീസ് നമ്മൾ കണ്ടു. ഈവൻ ജസ്റ്റ് നമ്മുടെ വീട്ടിലെ തന്നെ പ്രൊവിഷൻസ് മേടിക്കാനോ അങ്ങനെയൊക്കെ ഒരുമിച്ച് പോകുന്ന വളരെ കുട്ടി ട്രിപ്സ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എനിക്ക് എടുത്ത് നമ്മൾ ഫാമിലി ആയിട്ട് തന്നെയാണ് ഇപ്പം ചില അമ്പലങ്ങളിൽ പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ഫങ്ഷൻസ് അങ്ങനെയൊക്കെ പോയിട്ടുള്ള, അല്ലാണ്ട് ലൈക്ക് അവർ ടൈം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോഴാണ് ശരിക്കും കിട്ടിയത്. സോ ആ ഒരു ഫാക്ടർ ആലോചിച്ചപ്പോൾ ലൈക്ക് ഓക്കെ, നമുക്കിനി ഇങ്ങനെ ഒരു ചാൻസ് ഒരിക്കലും കിട്ടത്തില്ല, നമ്മളിതുവരെ ഇങ്ങനെ വന്നിട്ടും ഇല്ല, ഇനി നമുക്ക് വരാനാണെങ്കിൽ മേ ബി ലൈക്ക് വി വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. അപ്പം ഇതുപോലെ ഒരു എന്താ പറയുക,
സിറ്റുവേഷൻ കിട്ടുക, ഇതുപോലൊരു റിസോർട്ടിൽ നമുക്ക് വരാൻ പറ്റുക അത്ര ഈസി അല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് വരാൻ പറ്റത്തില്ല. എൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. ഗൂഗിളിനാണെങ്കിലും എനിക്കാണെങ്കിലും എൻ്റെ ഫാമിലിക്കാണെങ്കിലും ഒക്കെ നോക്കാം, കെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് കുറച്ചുകൂടെ കണ്ടീഷനൊക്കെ ഇപ്പോൾ ഓക്കെ ഹീലായി വരുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ നമുക്ക് പറ്റുന്ന പോലെ കയറി വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് വെരി ലാസ്റ്റ് മൊമെൻറ്റ് വരെ പോകണോ വേണ്ടേ പണിയാവും ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടായിരുന്നു. സോ ലാസ്റ്റ് ഓക്കെ പെട്ടെന്ന് ശരി എനിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്യാം, നോക്കാം ഒന്നും വരത്തിൽ നമുക്ക് ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് എന്നെ കൽപ്പിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. സോ അങ്ങനെയാണ് ആക്ച്വലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ലൈക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂന്നാർ പറക്കാട്ട് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചില വിഷ്വൽസ് നിങ്ങൾ കണ്ടു കാണും. ചില സൈഡിൽ നിന്നുള്ള വ്യൂസൊക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട്. എനിക്ക് നാളെ മോർണിംഗ് എണീക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം സോ അതൊക്കെയായിരുന്നു ഡേ 1 വിശേഷങ്ങൾ. ഇതിപ്പോൾ ഡേ 2 ആണ്. ഏർലി മോർണിംഗ് വ്യൂ ആണ്. നമ്മൾ 5:45 സൺറൈസ് കാണുമെന്നൊക്കെ പറഞ്ഞ് എണീറ്റു. പക്ഷേ അവിടുത്തെ ഒരു വ്യൂ കാരണം നമുക്ക് കാണാൻ പറ്റില്ല, ഹിൽസിൻ്റെ ഒക്കെ ഇടയിലായിരുന്നു. സോ കാണാൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡിയായി പോകാൻ പോയതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും അവരിതുപോലെ ഷേവിങ് കിറ്റ്, ഷവർ ജെല്ല്, ലോഷൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടികളായിരുന്നു. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, ബുഫേ ഐറ്റംസ് ഇതാ നിങ്ങൾ കാണുന്ന പോലെ. സോ അത് കഴിഞ്ഞൊരു ചെറിയ നമ്മൾ ഗെറ്റിംഗ് റെഡി ടൈമായിരുന്നു. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് നമുക്ക് റൂം ഒരു 11 o'clock ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. സോ ചെക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡേ 2 ഇവരുടെ കമ്പനിയുടെ ആനുവൽ മീറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എളുപ്പം റെഡിയായിട്ട് പോകുന്ന ടൈമായിരുന്നു ഇത്. സോ അത് കഴിഞ്ഞ് നമ്മളൊരു 11:30 ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. യെസ്, നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. ബൈ ബൈ നമ്മുടെ റൂം. സോ അങ്ങനെ ഫങ്ഷൻ കഴിഞ്ഞു, അവാർഡ് സെറമണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ഒരു ഈവനിങ്ങോട് കൂടിയാണ് റിസോർട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് പോകാനായിട്ട് തിരിച്ചത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ഷോപ്പിംഗ് പോലെയൊക്കെ ചെയ്തു. നമ്മൾ വേറൊന്നും മേടിച്ചില്ല, നമ്മൾ കോഫി പൗഡർ മാത്രമാണ് മേടിച്ചത്. കുറച്ച് പേര് ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ മേടിച്ചു. ദെൻ നമ്മൾ യാത്ര തിരിച്ചു. ഏർലി മോർണിംഗ് ഇവിടെ എത്തി. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക. എല്ലാം ഞാൻ വായിക്കും, റിപ്ലൈയും തരുന്നതാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. സോ ഈ ലവും സപ്പോർട്ടും തന്നുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമുക്ക് മോർ ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ടും എൻ്റെ ലൈഫ് ജേർണിയിലായിട്ടും നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, സോ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വ്ലോഗ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിലോട്ട് കാണാം. സോ ടിൽ ദെൻ ബൈ.